ബിസിനസ്സും പാടെ കൂടി അതിന്റെ കൂടെ ചെയ്തു. പക്ഷെ അതൊരിക്കലും വാപ്പക്ക് അനുവദീയമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാർ വാപ്പനെ പിടിച്ചിട്ട് ഏകദേശം 1 കൊല്ലം ജയിലിനകത്ത്, 1.5 കൊല്ലം വരെ ജയിലിനകത്തിട്ടു. ഈ ജയിലിനകത്ത് ഇട്ട സമയത്താണ് ഞാൻ 4ാം ക്ലാസ്സിൽ, ആ സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ ഈ 4ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 4ാം ക്ലാസ്സിൽ ഏകദേശം 7 കൊല്ലം ഇരുന്നിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. 4ാം ക്ലാസ്സിലല്ല, 7ാം ക്ലാസ് വരെ എത്താൻ വേണ്ടിയിട്ട്, 4ാം ക്ലാസ് വരെ എത്താൻ വേണ്ടിയിട്ട് 7 കൊല്ലം ഞാൻ സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3ാമത്തെ വർഷം ഞാൻ 4ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ ഈ ഒരു സ്ട്രഗിൾസ് വരുന്നത്, ഈ ഭയങ്കര ഒരു സാമ്പത്തിക ക്രൈസിസും പ്രയാസം വരുന്നത്. ആ സമയത്ത് എന്നോട് ഉമ്മ ചോദിച്ചൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കായിരുന്നു, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ കേട്ടത് പതി കേൾക്കാത്തത് പതി അവിടെ നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ജോലിക്ക് ഇറങ്ങി. ജോലിക്ക് ഇറങ്ങിയത് മീൻസ് നമുക്ക് അന്നത്തെ കണ്ടീഷനകത്ത് നമുക്ക് കിട്ടാവുന്ന ജോലി എന്താണ്, ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് കിട്ടുന്ന ജോലി മാക്സിമം പോയാൽ ഹോട്ടലിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ മേശ തുടക്കുക, അതുപോലെ തന്നെ ബേക്കറിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തകരം തുടക്കുക, അവിടുത്തെ കൈപ്പണികളൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെ ഞാൻ നേരെ ബേക്കറി ജോലിക്കിനകത്ത് 13ാമത്തെ വയസ്സിൽ ഞാൻ ബേക്കറി ജോലിനകത്ത് മൈസൂരിലേക്ക് ഞാൻ പോയി. മൈസൂർ പോയത് ഏകദേശം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഏകദേശം ഒരു 3.5-4 വർഷം പോലെ ഞാൻ മൈസൂർ ബേക്കറി ജോലി എടുത്ത് അവിടെ തന്നെ താമസിച്ചു. പക്ഷെ ആ ഒരു ജീവിതത്തിനകത്ത് എൻ്റെ ലൈഫിനകത്ത് ഒരുപാട് ഉൾത്തിരിവുണ്ടായി ഈ ലൈഫിനകത്ത്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അന്നൊന്നും നമുക്ക് ഇത് സ്വപ്നമാണോ ആഗ്രഹമാണോ എന്നൊന്നും അറിയില്ല. പല സംഭവങ്ങളും കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിനകത്ത് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാനും ആഗ്രഹിക്കും എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുക. കാരണം എന്താ, നല്ല ഡ്രസ് കോഡ് ധരിച്ചിട്ടുള്ള ആളുകളെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കും. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും നല്ലൊരു ഡ്രസ് കോഡ് എനിക്ക് ധരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ വളർന്ന് വളരെ പൂർ ഫാമിലീസിനകത്താണ് ഞാൻ. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ട്രൗസറും പാൻറ്റും ഇടെ, ഞാൻ എൻ്റെ 2 കാക്കി ട്രൗസറിന്റെ മുകളിൽ ഞാൻ 7ാം ക്ലാസ് വരെ സ്കൂളിൽ പോയാനാ, സോറി 4ാം ക്ലാസ് വരെ 7 കൊല്ലം സ്കൂളിൽ പോയാനാ. 2 കാക്കി ട്രൗസർ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പുള്ളി ഷർട്ടും. ഇത് എനിക്ക് എളാപ്പ ഗൾഫിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ജീവിതത്തിനകത്താണ് ഞാൻ ജീവിച്ചു കൊണ്ട് നിന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈസൂരായ സമയത്ത് നമ്മൾ ജോലി എടുത്തിട്ട് ഡെയിലി ഒരു ദിവസം എനിക്ക് 5 രൂപയായിരുന്നു സാലറി. 5 രൂപ സാലറി ഒരു മാസത്തിനകത്ത് നോക്കുമ്പോൾ 150 രൂപയാണ് ഉണ്ടാകുക. ഈ 150 രൂപ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിനകത്ത് കഴക്കും, ഉമ്മക്ക് അയച്ചു കൊടുക്കും കറക്റ്റായിട്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, എൻ്റെതായിട്ടുള്ള ഒരു കാര്യം നിറവേറ്റാൻ പോലും 1 രൂപ പോലും ഞാൻ എടുക്കാറില്ല. കാരണം എന്താ, ഞാൻ ആഗ്രഹിച്ചത്, എന്നെ ഉമ്മ വീട്ടിൽ നിന്ന് എൻ്റെ 13ാമത്തെ വയസ്സിൽ എന്നെ പറഞ്ഞു വെച്ചത്, വീട്ടിനകത്ത് അനിയൻ പഠിക്കും, ജ്യേഷ്ഠനും പഠിക്കും. അപ്പൊ അവര് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരെ പഠനം പൂർത്തിയാക്കാനും അതേ സമയത്ത് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നല്ല രീതിയിനകത്തൊരു അടുപ്പ് പോയണം, അതായിരുന്നു ലക്ഷ്യം. സോ അതുകൊണ്ട് തന്നെ 1 രൂപ പോലും ഞാൻ എന്ത് ചെയ്യാറില്ല, ഞാൻ എൻ്റെ കൈ പിടിക്കാറില്ല, നേരെ ഞാൻ ഉമ്മക്ക് അയച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മളിങ്ങനെ കാണും പുറത്ത്. എങ്ങനെ കാറ് കാണും. അന്നത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ആഗ്രഹിക്കുന്ന 800 കാറ്, ഇന്നത്തെ 800 കാർ അന്നൊക്കെ പുതിയ ഇറങ്ങിയിട്ടുള്ള പുതിയ ഫ്രഷ് വണ്ടി ഇറങ്ങുന്നൊക്കെ ഒരു സമയമാണ്. ഈ കാറൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ കാറിനോട് ഇങ്ങനെ നോക്കി നിൽക്കും. നല്ലൊരു വ്യക്തി, ഒരു ഡ്രസ് കോഡ് ധരിച്ചിട്ട് ഒരു വ്യക്തി നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ നോക്കി നിൽക്കും. കാരണം എന്താ, അതൊക്കെ ഒരു ആഗ്രഹമാണ്. എന്തെങ്കിലും ജീവിതത്തിനകത്ത് ഇങ്ങനൊക്കെ ഒരു ആഗ്രഹം എൻ്റെ ലൈഫിന്, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിനകത്ത് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചിന്തിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അവിടുന്ന് ഏകദേശം 3.5 വർഷം അവിടുന്ന് ജോലി ചെയ്തു. ഞാൻ നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെയും അതുപോലെ തന്നെ ബേക്കറി അലുവന്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഏകദേശം കല്യാണം കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിച്ചു. ജീവിതത്തിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കല്യാണം. 21ാമത്തെ വയസ്സിൽ, 22ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. 22ാമത്തെ വയസ്സിലാണ് എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത് എൻ്റെ വൈഫ്. സോ അതിലേക്കൂടെ ആ ഒരു കടന്നു വരുത്തിനകത്തു കൂടെ ജീവിതത്തിനകത്ത് ബ്രൈറ്റ്നെസ് ആണ് ഉണ്ടായത്, അതോ അതിനകത്ത് ഗൂഢമായിട്ടുള്ള ഒരു ഇരുട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എന്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ലൈഫിനകത്ത് പലപ്പോഴും, ഞാൻ ലൈഫിനകത്ത് ആഗ്രഹിച്ചൊരു സംഭവം എന്താ വെച്ചാൽ, കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിനകത്ത് കല്യാണം മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകളും പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പല കാര്യങ്ങളിലേക്കും കടക്കും. കാരണം എന്താ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വൈഫിന്റെ അടുത്ത് നിന്ന് കുറച്ച് സ്വർണ്ണം കയറ്റാണ് വൈഫ് വരിക. അപ്പൊ ആ സ്വർണ്ണം എടുത്തിട്ട് നമ്മൾ പല ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്യും. എന്റെയും ജീവിതത്തിനകത്ത് ആ സ്വപ്നങ്ങൾ തന്നെ ആയിരുന്നു.
കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ മൈസൂർ അത്ര കൊല്ലം ജോലി ചെയ്ത സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിനകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജോലി ചെയ്തത് കൊണ്ട് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന, എപ്പോഴും നമുക്ക് ചെയ്യാനും ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാനും അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ബേക്കറി ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ഒരു ബേക്കറി ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ബേക്കറി ബിസിനസ് ഓൾമോസ്റ്റ് ഒരു 2-3 വർഷം വരെ, 2-2.5 വർഷം വരെ ആ ബേക്കറി ബിസിനസ് എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. 2.5 വർഷം വരെ ബേക്കറി ബിസിനസ് മുന്നോട്ട് പോയ സമയത്താണ് ആക്ച്വലി പല പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബിസിനസ്സിന് പ്രോപ്പർ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ കാര്യത്തിൽ തന്നെ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് കൂടിയിട്ട് തന്നെ എന്തായി, കുറച്ച് കടബാധ്യതകൾ വന്നു. ആ കടബാധ്യതകൾ തീർക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളതിലേക്ക് നിന്നു. ഈ വണ്ടിന്റെ ഫീൽഡിന്റെ ടാക്സി, അങ്ങനെ ഒരു ജീപ്പ് എടുത്തു. ആ ജീപ്പിനകത്ത് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ജോലിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ജീപ്പിനകത്തും രാമനാട്ടുകര ജീപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു, ജീപ്പിനകത്ത് റൺ ചെയ്യും. അങ്ങനെ ഒരു ജീപ്പിന്റെ ഒരു ബിസിനസ്സും പാടെ കൂടി കൊണ്ടുവന്നു. പക്ഷെ അതും എന്തായി, അതും ജീവിതത്തിനകത്ത് അവിടെയും ഫെയിലിയർ ആയി. ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ചിന്തിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാം. അങ്ങനെ ഞാനൊരു വാനില കൃഷി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ എന്തൊരു കൃഷി ഫീൽഡിനകത്ത് ഇറങ്ങി ഞാൻ വാനില കൃഷി ചെയ്തു. ഏകദേശം അന്ന് വാനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റുള്ള ഒരു സംഭവമാണ്. അന്ന് നമ്മൾ വാനില കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വാനില വളർന്നു വരുന്ന സമയത്ത് 2000 രൂപ 2500 റുപ്യൊക്കെ വാനിലക്ക് എന്തുണ്ട് റേറ്റുള്ള സമയമാണ്. ഞാൻ എന്തായാലും വാനില കൃഷി കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. വാനില ഉണ്ടായി വന്ന സമയത്ത് 150 രൂപ കിലോന് ഞാൻ എന്ത് ചെയ്തു, ആ കൃഷി കംപ്ലീറ്റ് ഞാൻ നശിപ്പിച്ചു. വേറെ ഒരു നിവൃത്തിയില്ല. കാരണം കൊടുത്ത പൈസ പോലും അതിനകത്ത് കിട്ടാൻ പറ്റാത്ത രീതിയിനകത്ത് ആയ സമയത്ത് അതും നശിപ്പിച്ചു. അതിനകത്തും കുറച്ച് ലയബിലിറ്റികൾ വന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്ത്, ഒരു മോട്ടറിന്റെ പരിപാടി. കോയമ്പത്തൂരിൽ നിന്ന് മോട്ടർ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. പക്ഷെ ആ മോട്ടറിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സല്യൂട്ട്ലി മൈ ഡിയർ ഫ്രണ്ട്സുകൾ മനസ്സിലാക്കി, എൻ്റെ കയ്യിനകത്ത് പിന്നെ ക്യാഷ് ഇല്ല. വീട്ടുകാരും കാശ് തരാതായി, പെണ്ണുങ്ങളും സ്വർണ്ണമൊന്നും തരാതായി. കാരണം ഓരോ സ്വർണ്ണം ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുക, അതിങ്ങനെ തീർക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലാതായ സമയത്ത് പള്ളി കമ്മിറ്റി സഹായിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിനെ സഹായിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനൊരു മോട്ടറിന്റെ ബിസിനസ് കോയമ്പത്തൂരിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്. ഈ പള്ളി കമ്മിറ്റി എനിക്ക് ഒരു 50,000 രൂപ തരുന്ന സമയത്ത് അന്ന് പള്ളി കമ്മിറ്റി പറഞ്ഞ 1,00,000 രൂപയാണ് പള്ളി കമ്മിറ്റി തന്നത്. ആദ്യം 50,000 തരും, പിന്നെ ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഒരു 50,000 രൂപയും പാടെ കൂടിയിട്ട് തരും. അത് നമ്മൾ അവിടുത്തെ ഒരു പള്ളി കമ്മിറ്റിനകത്ത് സക്കാത്ത് ഫണ്ടിനകത്ത് നിന്ന് എടുത്തിട്ടാണ് എനിക്ക് ആ ഫണ്ട് തന്നത്. പക്ഷെ ആ ഫണ്ട് വാങ്ങുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ ബിസിനസ്സിനകത്ത് കൂടെ ഞാനൊരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഈ സക്കാത്ത് ഫണ്ടിനകത്തേക്ക് നല്ല രീതിയിനകത്തേക്കുള്ള ഒരു ഫണ്ട് ഞാൻ റേസ് തരും. ഈ സക്കാത്ത് ഫണ്ടിനകത്തേക്ക് നല്ലൊരു ഫണ്ട് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ 50,000 രൂപ വാങ്ങി ഞാൻ മോട്ടറിന്റെ ബിസിനസ് ചെയ്തു. ഏകദേശം ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു കൊല്ലം പോലും അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതും 8 നിലയിൽ പൊട്ടി. അവിടുന്ന് ഞാൻ വീണ്ടും എനിക്ക് തോന്നി ഫിലിം ഫീൽഡ് നല്ല രസമുള്ളതാന്ന് തോന്നി. ഫിലിം ഫീൽഡിനകത്ത് ഞാൻ എന്ത് ചെറിയ രീതിയിനകത്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. അതും 8 നിലയിൽ പൊട്ടി. ഞാൻ എന്ത് ചെയ്തു, അച്ചാറിന്റെ ബിസിനസ് ഇന്ന് കോഴിക്കോടിനകത്ത് കുറ്റിക്കാട്ടൂരിനകത്ത് അച്ചാർ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അച്ചാറിന്റെ മാർക്കറ്റിംഗ് ചെയ്തു. ഇവിടെ ഫ്രണ്ട്സ് നോക്കാതിന്റെ 8-9 എന്ത് ചെയ്തു, ബിസിനസ്സുകൾ ചെയ്തു. ഈ രീതിനകത്തൊക്കെ 8 നിലയിൽ 8-9 ബിസിനസ് ചെയ്തിട്ട് ഈ ബിസിനസ്സിനകത്തൊക്കെ എനിക്ക് കിട്ടിയത് 100% ഫെയിലിയർ ആണ്. ഒത്തിരി കടബാധ്യതകളും വന്നു. ഈ ജീവിതത്തിനകത്ത് നിങ്ങൾ ശരിക്കും ആലോചിച്ച്, വൈഫ് കൊണ്ടുവന്നിരുന്ന 45 പവൻ സ്വർണവും ഞാൻ എന്ത് ചെയ്തു, ശരിക്കും ഞാൻ വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു, നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ലാസ്റ്റ് താലിച്ചെയിന് പോലും ഞാൻ എന്ത് ചെയ്തു, എടുത്തിട്ട് താലിച്ചെയിന്റെ ലോക്കറ്റ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ചെയിൻ അടക്കം വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർന്നിട്ടില്ല. വീണ്ടും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിനകത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഞാൻ കോയമ്പത്തൂരിൽ നിന്നും ഈ മോട്ടറിന്റെ പൈപ്പിന്റെ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ടിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും പൈസ ഇല്ലാതെ വന്നപ്പം എൻ്റെ വീടിന്റെ തറവാടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൈസ എടുത്തു. 4 ലക്ഷം രൂപ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ഞാൻ എടുത്തു. 1.5 കൊല്ലം വരെ ഫ്രണ്ട്സ് ഞാൻ ആ ബിസിനസ് ചെയ്തു. 1.5 കൊല്ലത്തിന്റെ ഇടയിൽ ആ ബിസിനസ് ഭയങ്കര ഫ്ലോപ്പാണ് സംഭവിച്ചത്. ഈ 4 ലക്ഷം രൂപയും പോയി. ബാങ്കിനകത്ത് അത് ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതലായിട്ട് ബാങ്കിനകത്ത് പ്രോബ്ലം വന്നു. വീടിനകത്ത് ജപ്തി നോട്ടീസ് വന്നു. അവിടുന്നാണ് എൻ്റെ ജീവിതത്തിനകത്ത് ശരിക്കും മൈ ഡിയർ ഫ്രണ്ട്സ് പ്രോബ്ലം വരുന്നത്. പ്രോബ്ലം അല്ല, അതുവരെ ആ ജീവിച്ചും കൊണ്ട് നിന്നിരുന്ന സമയത്തിനകത്ത് ഉണ്ടായ സ്ട്രഗിൾസ്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റിനകത്ത് എൻ്റെ ലൈഫിനകത്ത് എൻ്റെ
പ്രതീക്ഷകളും പല കാര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഇനി ജീവിതത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്ന സ്ഥിതിനകത്തേക്കായി ലൈഫ് സ്റ്റൈല്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന്റെ ആധാരം, വീടിന്റെ ആധാരം ബാങ്കിലാണുള്ളത്. പക്ഷെ ആ വീടിനകത്ത് നിന്ന് ആധാരം എടുത്തിട്ടില്ല എന്നെ വീട് ജപ്തിക്ക് വരും. കാരണം തറവാട് കിടക്കണ എനിക്ക് മാത്രമുള്ളതല്ല, ഞാനും ഉണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനിയനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് അതൊക്കെ. ആ രീതിനകത്ത് തന്നെ എങ്ങനെങ്കിലും ആധാരം എടുക്കുക എന്നുള്ള തീരുമാനത്തിനകത്ത് വന്ന സമയത്ത് ഒരു നിവൃത്തിയില്ല ആധാരം എടുക്കാൻ. അപ്പോഴാണ് ജ്യേഷ്ഠനും വീട്ടുകാർ കുടുംബക്കാരെല്ലാവരും പാടെ കൂടി ഒരു തീരുമാനം എടുത്തു. കാരണം 15 സെന്റ് സ്ഥലം വീടാണ്, അത് മൊത്തം പോകും. അതുകൊണ്ട് തന്നെ 5 സെന്റ് സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. 15 സെന്റ് സ്ഥലത്തിൽ 5 സെന്റ് സ്ഥലം എനിക്കുള്ളതാണ്, 3 മക്കളായിരുന്നു. അതുകൊണ്ട് 5 സെന്റ് സ്ഥലം മൈ ഡിയർ ഫ്രണ്ട്സ് എന്റെ പേരിനകത്ത് എഴുതി തന്ന് ഞാനത് വിറ്റിട്ട് എന്ത് ചെയ്തു, വീടിന്റെ ആധാരം ഞാൻ എടുത്തു. വീടിന്റെ ആധാരം എടുത്തിട്ട് പ്രോപ്പർ രണ്ടാമത്തെ ദിവസം മൈ ഡിയർ ഫ്രണ്ട്സ് എന്റെ ജ്യേഷ്ഠനും എന്റെ അനിയനും എന്റെ തറവാടിനകത്തുനിന്ന് എന്നോട് പറഞ്ഞ ഏക വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ: ഇന്ന് അൽത്താഫ് വീട്ടിനകത്തുനിന്ന് ഇറങ്ങിക്കോളണം എന്ന് പറഞ്ഞു. നിവൃത്തിയൊന്നുമില്ല, 3 മക്കളുണ്ട്. ഈ സമയത്തിനകത്ത് 3 മക്കളും ഉണ്ടായിട്ടുണ്ട്. നിവൃത്തിയൊന്നുമില്ല, ഞാൻ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നു. 3 മക്കളെ കൈ പിടിച്ച് ഞാൻ വാടക കോട്ടേഴ്സിനകത്തേക്ക് ഞാൻ ഇറങ്ങി. 8.5 വർഷം മൈ ഡിയർ ഫ്രണ്ട്സ് വാടക കോട്ടേഴ്സിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. 8.5 വർഷം വാടക കോട്ടേഴ്സിൽ നിൽക്കുന്ന സമയത്ത് ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്ക് അനുഭവിക്കാനുള്ള എല്ലാ അനുഭവവും മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ലൈഫ്. സാമ്പത്തിക ക്രൈസിസിന്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. കറണ്ടിന്റെ ബില്ല് അടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്ത് കറണ്ട് ബില്ല് അടച്ചു തന്നിട്ടുണ്ട്. കറണ്ട് ബില്ല് അടക്കാത്തതിന്റെ, വീടിന്റെ വാടക കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വരെ കളവും പറഞ്ഞിട്ട് ഞാനിവിടെ ഇല്ല എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ കണ്ണൂരിലേക്ക് പോയതാ എന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിങ്ങോട്ട് തിരിഞ്ഞപ്പം തന്നെ ഞാൻ ബൈക്കിന്റെ മുകളിൽ കൂടെ അതിലെ പോണത് ഈ ബിൽഡിംഗ് ഓണർ കണ്ടു. ഇത് കണ്ട സമയത്ത് ഭാര്യയ്ക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായി. ആ സംഭവം ഭാര്യ എന്നോട് പറഞ്ഞു, ഇനി മേലാൽ ഞങ്ങളെ കൂടെ ഈ ഇത്രയും കളവ് പറയാൻ, ഇത്രയും കാര്യത്തിനകത്ത് ഞാൻ നിൽക്കൂല. കാരണം എനിക്കിത് കഴിയൂല, നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള രീതിനകത്ത് പറഞ്ഞു. പ്രശ്നങ്ങളോട് പ്രശ്നം. ജീവിതത്തിനകത്ത് ഒരു വ്യക്തി ഒരു മനസ്സിനകത്തൊരു ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അന്ന് തീരുമാനിക്കും മതി, ഇനി ജീവിതം അവസാനിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ അന്നും തീരുമാനിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞ ഒരു പ്രാർത്ഥനയും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരാതെ നിൽക്കൂല. ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം ഏതെങ്കിലും ഒരു വഴിയിലേക്കൂടെ. കാരണം ഞാൻ എൻ്റെ ലൈഫിനകത്ത് ഒരിക്കലും കള്ളു കുടിക്കാനോ വെള്ളടിക്കാനോ പെണ്ണു പിടിക്കാനായിട്ട് ഒരു രൂപ പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ കളഞ്ഞത് കംപ്ലീറ്റ് ബിസിനസ് ചെയ്ത് ജീവിതത്തിനകത്ത് രക്ഷപ്പെടുക എന്നുള്ള ഒരൊറ്റ മാർഗത്തിലാണ് ഞാൻ എന്ത് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളൊന്നും മോശമില്ലാത്തതായതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ തീരുമാനിച്ചു, അൽത്താഫ് ഇങ്ങനെ ജീവിതകാലം മുഴുവനും വാടക കോട്ടേഴ്സിൽ നിന്നാ പോരാ, സ്വന്തമായിട്ട് ഒരു വീടൊക്കെ എടുക്കണം. ആ സമയത്ത് നോക്കുന്ന സമയത്ത് വൈഫിന്റെ ഭാര്യ വീട്ടിനകത്ത് ഒരു ഭാഗം കിട്ടിയിട്ടുള്ള 11 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം അവിടുന്ന് വിറ്റിട്ട് നാട്ടിൽ എന്ത് ചെയ്തു, ആ സ്ഥലം കൺവേർട്ട് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു 9 സെന്റ് സ്ഥലം എടുത്തു. അതിനകത്ത് ബാലൻസ് ഉള്ള ക്യാഷ് കൊണ്ട് ഞാൻ വീടിനൊരു തറ കെട്ടു, ഒരു കിണറൊക്കെ കുഴിച്ച് നിൽക്കുന്ന കുറച്ച് എല്ലിന്റെ ലെവൽ വരെ വർക്ക് തീർന്നുകൊണ്ട് അവിടെ സ്റ്റക്കായി. പിന്നെ ഒരു രൂപ പോലും മുടക്കാൻ എൻ്റെ അടുത്ത് കയ്യിൽ ക്യാഷ് ഇല്ല. ആ സമയത്ത് തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ് നാട്ടിലുള്ള ഞാൻ ഇവിടെ ഹൗസ് ഡ്രൈവറും, ആ സമയത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അലുവുണ്ടാക്കുന്ന ജോലി ഹൗസ് ഡ്രൈവറാണ്. ഈ 2 ജോലിയും പാടെ കൂടി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അതിന്റെ ഇടയിൽ കൂടി ഞാൻ പല പരിപാടിയും വരാം. പേപ്പറിന്റെ പരിപാടി, ന്യൂസ് പേപ്പർ ഉച്ചക്ക് കൊടുക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. ആ ന്യൂസ് പേപ്പറിന്റെ ബിസിനസ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് തിരുനാവായ വരെ ഞാൻ സപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടി. അതിന്റെ ഇടയിൽ കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടെങ്കിൽ അതും ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ദ സെയിം ടൈം നാട്ടിലുള്ള ആളുകളും ഈ മുതലാളിമാരെല്ലാവരും പാടെ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്ത് അൽത്താഫിന്റെ വീടിന്റെ പണി ഓൾമോസ്റ്റ് തീർത്തു കൊടുക്കുക, അൽത്താഫിനെ വാടക കോട്ടേഴ്സിന് മാറ്റണം. അങ്ങനെ പള്ളി കമ്മിറ്റി, നാട്ടുകാരും മുതലാളിമാരെല്ലാവരും പാടെ കൂടിയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു വീടിന്റെ പണി ഓൾമോസ്റ്റ് പണികളൊക്കെ തീർത്ത് തന്നിട്ട് ഞാൻ വീട്ടിൽ താമസിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മൈ ഡിയർ ഫ്രണ്ട്സ് 2018 MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിനകത്ത് വരുന്നത്. MI ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ വരുന്ന സമയത്ത് തന്നെ ബിസിനസ്സിനകത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ പേര് സംസുദ്ദീൻ യൂനിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മഞ്ചേരിയിലെ നാഷണൽ ടീം കോർഡിനേറ്റർ ആയ സംസുദ്ദീൻ യൂനിസ് ആണ് എന്നെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡയറക്റ്റ് സ്പോൺസർ ആയിട്ട് വരുന്നത് റഫീഖ് സാറാണ്, തിരൂര് റഫീഖ് സാറാണ് എൻ്റെ ഡയറക്റ്റ് സ്പോൺസർ വരുന്നത്. എന്നോട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ഇതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ തന്നെ അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിന്റെ ഏക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ കൂടെ തന്നെ ഞാൻ ഡയറക്ട് സെല്ലിങ്ങും അതിന്റെ മുന്നേ ഡയറക്ട് സെല്ലിങ്ങും ഞാൻ ചെയ്തിരുന്നു. ആംവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആംവേ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചെയ്തിരുന്നു. ആ ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് എന്റെ ലൈഫിനകത്ത്, എന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രയാസങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ട് നാട്ടിലുള്ള ആളുകളൊക്കെ കളിയാക്കലും പല സംഭവങ്ങളും അതിനകത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ ചെയ്യൂല.
തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തു എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മിഡൽ ഫ്രണ്ട്സ് ഈ ഒരു MI ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് എന്നോട് സംസുദ് യൂനിസ് പറയുന്നു. ഞാൻ സംസുദ് യൂനിസ് പറഞ്ഞു, ഞാൻ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇല്ല സംസു എന്ന് പറഞ്ഞ സമയത്ത് സംസു പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, അൽത്താഫെ ഡയറക്ട് സെല്ലിങ് പഴയ രീതിനകത്തേക്കല്ല, കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ശരിയായിട്ടുള്ള റൂളിനകത്ത് കൂടെയാണ് ഇപ്പൊ ഡയറക്ട് സെല്ലിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അൽത്താഫ് മനസ്സിലാക്ക്, എന്നിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം വന്നില്ല. അപ്പൊ പുള്ളിന്റെ കമ്പൽസറി ആയിട്ട് പുള്ളിനോട് പറഞ്ഞു, അൽത്താഫെ നിന്റെ ID പ്രൂഫും നിന്റെ പാൻ കാർഡ് ID പ്രൂഫ് ബാങ്ക് ഒക്കെ വിട്ടുണ്ടാന്ന് അറിയാം. എൻ്റെ അടുത്ത് അന്ന് പാൻ കാർഡ് ഇല്ല, ഞാൻ ജീവിതത്തിൽ ഇതുവരെ പാൻ കാർഡ് എടുത്തിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ബാങ്ക് അക്കൗണ്ട് എനിക്കില്ല. ആകെയുള്ളത് എന്താണ്, എനിക്ക് ആകെയുള്ള സാധനം ഒരു ഇതാണ്, ആധാറാണ്. ഞാൻ ആധാറിൽ പുള്ളിക്ക് എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു. ആധാറും വിട്ടുകൊടുത്തു. അത് വിട്ടുകൊടുത്തതിന്റെ പേരിൽ എങ്ങനെയെന്ന് അറിയില്ല, പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഒരു ID അടിച്ചിട്ടു. ഞാൻ പിന്നെ അതിനെ കുറിച്ചിട്ട് വറീഡായ ചെയ്തില്ല. ഇടക്കിടക്ക് പുള്ളി ഇങ്ങനെ വിളിക്കും, ഞാൻ പറയും ഞാനെല്ലാം എസ്കേപ്പ് ആവും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി, റഫീഖും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംസും വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ ഒരു ആള് വരുന്നുണ്ട് അൽത്താഫെ, നീ ഒരു അരമണിക്കൂർ നേരം അവർക്ക് വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കും, നീ എസ്കേപ്പ് ആയി പോകല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സുബൈ അവരോട് വരാൻ വേണ്ടി പറയും, ഞാൻ എന്തായാലും കാണാം. കാരണം ഞാൻ നാട്ടില് ഒന്നും നമ്മൾ ഫ്രീ ആയി നിൽക്കൂല. കാരണം എന്താ വെച്ചാൽ ജോലി കഴിഞ്ഞാൽ അലുവന്റെ ജോലി കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർ ജോലിയിലേക്ക് കിടക്കും. അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോ അതിനകത്ത് ഇങ്ങനെ 2, 3, 4 മേഖലയിൽ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കാരണം എന്താ, എനിക്ക് ആ വീടിന്റെ ബാക്കിയുള്ള പണികൾ തീർക്കാനുണ്ട്. അതേ സമയത്ത് വീടെടുത്തതിന്റെ പേരിൽ എനിക്ക് ഏകദേശം ഒരു 4 ലക്ഷം പോലെ രൂപ, 4.25 ലക്ഷം രൂപ പോലെ കടബാധ്യതയുണ്ട്. ഈ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടത്തിനകത്താണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതേ നാട്ടുകാരെ കൂടി പൈസ സഹായിച്ച സമയത്ത് ഞാൻ എന്റെ അടുത്തൊന്നും എന്ത് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന രീതിയിനകത്തുള്ള കടങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4.25 ലക്ഷം രൂപ ഓൾറെഡി അതിനകത്ത് ഒരു ലാബിലിറ്റി ഉണ്ട്. അങ്ങനെ ഈ ലാബിലിറ്റി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അതേ സമയത്ത് ഈ വീടിന്റെ പണികൾ, ബാക്കിയുള്ള പണികൾ തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സംസുവിനോട്, സംസു നേരമില്ലാത്തൊരു സമയത്താണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു 2 വർഷത്തിന്റെ ഉള്ളിൽ, 2-3 വർഷത്തിന്റെ ഉള്ളിൽ വീടിന്റെ ബാക്കിയുള്ള പണികളും തീർക്കണം, അതേ സമയത്തിന്റെ കടബാധ്യതയും തീർക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. എന്ത് ഓട്ടായാലും ശരി അൽത്താഫ്, ഒരു പക്ഷേ അതിലേക്കും പാടെ കൂടിയിട്ട് എനിക്ക് ഉപകാരപ്രദമാകും ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ഇനി എന്തായാലും നിങ്ങൾ വരാൻ വേണ്ടി പറയുന്നത്. ആ സമയത്താണ് എൻ്റെ അടുത്തേക്ക് കാണാൻ വരുന്നത് ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തിയും, അതേ സമയത്ത് നമ്മൾ ഇന്ന് എന്റെ മെന്ററും, ഈ ബിസിനസ്സിനകത്ത് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ ബിസിനസ്സിനകത്ത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിന്റെ ഏക ഗൈഡൻസും പുള്ളിന്റെ സപ്പോർട്ടാണ്. മനോജ് കുമാർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വലിയൊരു മേജർ ഫംഗ്ഷനകത്ത് അവിടെ വന്നിരുന്നിട്ടുള്ള കോട്ടയത്തുള്ള മനോജ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, ഇന്നത്തെ ITC എമറാൾഡ് ITC ആയിട്ടുള്ള പുള്ളിയാണ് എന്നെ ഇന്ന് ബിസിനസ്സിനകത്ത് മെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിന്റെ ആ ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത്. അങ്ങനെ പുള്ളിന്റെ അനിയനായിട്ടുള്ള വിനോദ് സാറും പാടെ കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ നേരം അവരെന്നോട് സംസാരിച്ച സമയത്ത് എനിക്ക് കുഴപ്പമില്ലാന്ന്. കാരണം നമുക്കൊരു ഫസ്റ്റ് ടൈമിനകത്ത് എൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ കണ്ണീരും കൂടി ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഡിങ് ചെയ്തത്, ഈ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ സമയത്ത് പിറ്റേന്ന് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ച സമയത്ത് റഫീഖിനോട്, റഫീഖ് ആരവിടെ 1 ലക്ഷം ഉറുപ്പിക എടുത്തിച്ച്, അതുകൊണ്ട് ഈ ആദ്യം ഉടായ്പ പരിപാടി എന്നിട്ട് എൻ്റെ അടുത്ത് വരരുത് എന്നും പറഞ്ഞിട്ട് ഞാൻ പുള്ളിനോട് എന്ത് ചെയ്തു, പുള്ളിന്റെ ഫോൺ എടുക്കാതെ ഞാൻ. അങ്ങനെയാണ് ആ ഒരു പീരീഡ് സമയത്താണ് ഭ്രമരം പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ കാലി. അങ്ങനെ ഈ ഭ്രമരം പ്രോഗ്രാമിനെ കുറിച്ച് എന്നോട് ഇവർ പറഞ്ഞിരുന്നു. ആ ഭ്രമരം പ്രോഗ്രാമിനകത്ത് എന്തായാലും അൽത്താഫ് പങ്കെടുക്കണം എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഞാൻ ഒരിക്കലും അതിനകത്ത് പങ്കെടുക്കില്ല എന്നും തീരുമാനിച്ചിട്ടില്ല. അതാണ് കാരണം, മീറ്റിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ബിസിനസ്സിനകത്ത് ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഞാൻ കരുതി ഞാൻ എന്തായാലും അതിനകത്ത് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നെ, ഒരു സൺഡേ ദിവസമാണ് അവരെന്ന്, ശനിയും ഞായറുമായിട്ട് ഈ റഫീഖ് വരുമ്പാടെ കൂടിയിട്ട് ഏകദേശം 24-26 കോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ട് എടുത്തിട്ടില്ല എന്ന് ചോദിച്ചാൽ, എടുത്തു കഴിഞ്ഞാൽ കളവ് പറയേണ്ടി വരും. അതുകൊണ്ട് കളവ് പറയാത്ത രീതിയിനകത്ത് തൽക്കാലം എനിക്ക് ആരാ അവർ വിളിക്കുന്നത് എന്തിനാന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തേ ഞാൻ ചെയ്തില്ല. പക്ഷെ ആ ഭ്രമരം പ്രോഗ്രാം അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നു പ്രോഗ്രാം. തിങ്കളാഴ്ച അന്ന് വീണ്ടും അവരെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത സമയത്ത് പുള്ളിനോട് ചോദിച്ച ചോദ്യം ഇത്ര മാത്രമല്ല, അൽത്താഫ് നാളെ ലീവാണെന്ന് ചോദിച്ചു. റഫീഖിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ ലീവാണെന്നാണ്. നാളെ ലീവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ എന്തായാലും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും, നീ റെഡിയായി നിൽക്കണം എന്നാണ്. ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവനൊരു കാറ് വെയിറ്റ് വന്നു. ആ കാറിലേക്ക് നേരെ കയറാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ കാറിലേക്ക് നേരെ കയറി ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരോട് ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചു. എങ്ങോട്ടാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പുള്ളി കാലിക്കറ്റ് കൊണ്ടുപോയിട്ട്, കോഴിക്കോട് കൊണ്ടുപോയിട്ട്, എനിക്കറിയാം മലബാർ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിനകത്ത് പോയിട്ട് ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു, ഡയറക്ട് സെല്ലിംഗ്. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ പ്ലെയിനുമായിട്ടുള്ള
ബെല്ലി സാർ അവിടെ ഒരു ഓടി കാറിന്റെ ഒരു ഫ്രഷ് ബ്രാൻഡ് ന്യൂ ഒരു ഓടി കാർ Q3 അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളി. കാരണം എന്തുകൊണ്ട്, ഞാൻ മുമ്പ് ഡയറക്ട് സെല്ലിങ് കുറച്ച് ചെയ്തതും കണ്ടതൊക്കെയാണ്. അതിനകത്ത് കാണുന്ന സമയത്ത് ഒരു ഒരു ഓടി കാർ പുതിയതൊരു വ്യക്തി കാണുന്നു, അതിന്റെ അടുത്ത് തടിച്ചിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പുള്ളിനെ പോയിട്ട് ജസ്റ്റ് പരിചയപ്പെട്ടു. എന്റെ പേര് അൽത്താഫ് എന്നാണ്, ഞാൻ വരുന്നത് ഇങ്ങനെ യൂണിവേഴ്സിറ്റി നിന്നാണ്, ഞാൻ സക്സസ് ബറി എന്ന് പറഞ്ഞ ഓർഗനൈസേഷനകത്തുള്ളതാന്നൊക്കെ പറഞ്ഞപ്പോൾ ബെല്ലി സാർ എന്നെ സൈക്കൻഡ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഗ്രേറ്റ് അപ്ലയൻസ് ആണ്, നല്ല ലീഡേഴ്സ് ആണ്, ധൈര്യമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തോളി എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. സോ ഞാൻ അന്ന് ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ശരി ഈ ബിസിനസ് ഒന്ന് ചെയ്ത് നോക്കാന്നുള്ളതിനെ കുറിച്ചിട്ട്. അതാണ് കഴിഞ്ഞ GTS വരുന്ന സമയത്ത്, കഴിഞ്ഞ GTS റഫീഖ് സാർ പറഞ്ഞത് ടൗസറിന്റെ ഉള്ളിൽ നിന്ന് 5100 രൂപ എടുത്തു എന്ന് പറഞ്ഞത്. ഞാൻ ആ സമയത്ത് ഞാൻ പാന്റ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ പാന്റ് ഉപയോഗിച്ച് ശേഷം 8-9 വർഷം പോരെ പാന്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ എടുക്കൽ തുണി മാത്രം, മുണ്ട് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം ലൈഫ് സ്റ്റൈലൊക്കെ ആ രീതിനകത്ത് കാണാൻ നമ്മളെ ലൈഫ് സ്റ്റൈൽ. സോ എനിവേ എന്തായാലും ശരി ബിസിനസ് ചെയ്തു നോക്കാന്നുള്ള ആ സമയത്തിന്റെ കയ്യിലുള്ള ക്യാഷ്, ഒരു റെഡിമെയ്ഡിന്റെ ഷോപ്പിനകത്തേക്ക് സാധനം എടുക്കാനുള്ള ക്യാഷ് ആയിരുന്നു എന്റെ കയ്യിനകത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു റെഡിമെയ്ഡ് ഷോപ്പിനകത്ത്, അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞാനൊരു റെഡിമെയ്ഡ് ഒരു ജെൻസിന്റെ ഷോപ്പ് ഇന്ന് എനിക്ക് ചേളാരി ഉണ്ട്. ആ ഷോപ്പ് എനിക്ക് ഇട്ടുന്നതിന്റെ മുതലാളിയാണ് ഇട്ടുന്നത്. എന്നിട്ട് ആ മുതലാളി എന്നോട് പറഞ്ഞു, അതിന്റെ ലാഭം എനിക്ക് എന്റെ കടം തീരുന്നത് വരെ അതിന്റെ ലാഭം അൽത്താഫ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അഗ്രി ചെയ്തു. അതിന്റെ കടബാധ്യത തീരുന്നത് വരെ ഞാൻ ഒരു രൂപ പോലും എടുത്തില്ല. 7 വർഷം പിടിച്ചു അതിന്റെ കടബാധ്യത കംപ്ലീറ്റ് തീർന്നു. ഇന്ന് 100% അതെന്തായിട്ടുണ്ട്, ഇന്ന് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു റെഡിമെയ്ഡിന്റെ ബിസിനസ്. സോ ആ ഒരു സമയത്ത് അതിലേക്ക് വെച്ചിട്ടുള്ള 5000 അതിലേക്ക് സാധനം വാങ്ങാൻ വെച്ച ക്യാഷാണ് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തത്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കാൻ ഞാൻ കൊടുത്തു. ആ പ്രൊഡക്റ്റ് വന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഒന്ന് യൂസ് ചെയ്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെങ്കിലും ഹെൽത്ത് ചലഞ്ച് ഉണ്ടോ എന്ന് വെച്ച സമയത്ത് ഞാൻ വൈഫിന് ചെറിയ പീരിയഡ്സിന്റെ ഒക്കെ പ്രോബ്ലം ആയിട്ട് ചെറിയ പെയിനുകൾ, അതുപോലെ തന്നെ കൈക്കൊരു വേദനയൊക്കെ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിനകത്ത് അതിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സുകൾ എടുത്തു. പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രൊഡക്റ്റിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട്, നല്ല റിസൾട്ട് കണ്ട സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ അപ്ലൈന് ഇന്ന് മെന്ററായിട്ടുള്ള മനോജ് സാറായിട്ട് സംസാരിച്ച സമയത്ത് ഈ പ്രൊഡക്റ്റ് നല്ലതാന്ന് തോന്നി, ഈ ബിസിനസ് നല്ലതാന്ന് തോന്നിയ സമയത്ത്, ഞാൻ ഈ ബിസിനസ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, മനോജ് സാറെ വിളിച്ച് സംസാരിച്ച സമയത്ത് മനോജ് സാർ എന്നോട് ഒരു തീരുമാനം എടുത്തു. പറഞ്ഞു, അൽത്താഫ് ഇതിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് വളാഞ്ചേരി. അൽത്താഫ് വളാഞ്ചേരി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം ഈ ബിസിനസ് ചെയ്യണോ ചെയ്യണ്ടെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അഗ്രി ചെയ്തു. ഞാൻ എന്തായാലും ആ മീറ്റിങ്ങിനകത്തേക്ക് പോവാന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം മനോജ് സാർ അനിയനായിട്ടുള്ള വിനോദ് സാർ അവിടെ വന്നിരുന്നു. വിനോദ് സാർ ആയിട്ട് ഞാൻ 2 മണിക്കൂർ നേരം ഞാൻ എൻ്റെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഹോട്ടലിൽ ഇരുന്ന് ചായയും കുടിച്ച് 2 മണിക്കൂർ നേരം ഞാൻ സംസാരിച്ചു. ആ സംസാരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങണ ആ മീറ്റിങ്ങിനകത്ത് പോകുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അബ്സല്യൂട്ട്ലി ഞാൻ പറയാം, ഞാൻ എടുത്തൊരു തീരുമാനം ഇതായിരുന്നു. ഞാൻ ദൈവത്തിനോട് നല്ല രീതിയിനകത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആകെ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എത്ര മാത്രമേ ഉള്ളൂ, ഈ മീറ്റിങ്ങിനകത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് ചെയ്യൂല. അതല്ല 100% പോസിറ്റീവ് ആണ് ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ കയറുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ മീറ്റിങ്ങിനകത്ത് പോയിട്ട് ഞാൻ ഇരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷം, ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞതിന്റെ ശേഷം 2 മണിക്കൂർ പാടെ കൂടി അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. ഞാൻ പിറ്റത്തെ ആഴ്ച ഞാൻ എന്ത് ചെയ്തു, ആളുകളെ കംപ്ലീറ്റ് ഇൻവൈറ്റ് ചെയ്തു. പിറ്റത്തെ ആഴ്ച ആരും വന്നില്ല. ഞാൻ 200 രൂപ വീണ്ടും കൊടുത്തു അവർക്ക്. ഞാൻ പൾസർ വണ്ടി എടുത്ത് ഞാൻ വീണ്ടും കാലിക്കറ്റ് GTS വന്നു. മൂന്നാമത്തെ അവിടുന്ന് തീരുമാനം എടുത്തു, 3-ാമത്തെ ആഴ്ച എന്തായാലും ശരി ഈ ബിസിനസ്സിനകത്ത് ഞാൻ ആ ജീപ്പ് വണ്ടി നിറച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ എന്നുള്ളവർക്ക് ജീപ്പുകാരനെ രാവിലെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, അൽത്താഫെ നിങ്ങൾ ആള് വന്നിട്ട് പറഞ്ഞോളി, വെറുതെ യൂണിവേഴ്സിറ്റി വരെ വന്നിട്ട് ഞമ്മക്ക് 200 രൂപ എന്തിനാ നിങ്ങൾ തരുന്നത്, ആള് വന്നാ പറഞ്ഞോളി നമ്മൾ ഇവിടുന്നാണ്ട് വരാറ്. ഞാൻ പുള്ളിനോട് പറഞ്ഞു, പൈസ തരുന്നത് ഞാനല്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ ധൈര്യമായിട്ട് വരും, നമ്മൾ ഇന്ന് കാലിക്കറ്റ് പോകും പറഞ്ഞു. അങ്ങനെ ആ 2 ജീപ്പ് ആയിട്ട് വന്നു. അന്ന് മെഡിയർഷൻ ഞാൻ വിളിച്ച 3 ആളുകൾ ഈ ബിസിനസ്സിനകത്ത് വന്നു. 3 ആളും ഞാനും വിളിച്ചു. ഒരു ജീപ്പിന് 200 രൂപ എടുത്ത് തിരിച്ചും വിട്ടു. ഒരു ജീപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കാലിക്കറ്റ് GTS വന്നു. ആ 3 പേര് ബിസിനസ്സിനകത്ത് വന്നതില് ഒരാൾ എന്നോട് പറഞ്ഞു, അൽത്താഫെ നമുക്കൊന്ന് ഇത് നോക്കാന്ന് പറഞ്ഞു. ആ വ്യക്തിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ഇവിടെ ഒന്നും ഓഫീസിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ എറണാകുളത്തേക്ക് പുള്ളിനായിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, എറണാകുളത്തേക്ക് വിട്ട് അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, പുള്ളിയുമായിട്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് എന്തായാലും ശരി ഈ ബിസിനസിന്റെ അറ്റം കണ്ടിട്ട് കയറുള്ളൂ എന്നുള്ളത്. ആ സമയത്താണ് ദുബായ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇന്ന് നമ്മളൊക്കെ നിൽക്കുന്ന ഏറ്റവും വലിയൊരു സമയം എന്താണ്, തായ്ലൻഡ് ട്രിപ്പിനകത്താണ്, ആണോ അല്ലേ?
എന്നതുപോലെ അന്ന് ദുബായ് ക്വാളിഫിക്കേഷനകത്ത് വരുന്നു. ഞാനൊരു തീരുമാനം എടുത്ത് എന്തായാലും ശരി, ഈ ബിസിനസ്സിനകത്ത് ദുബായ് ക്വാളിഫിക്കേഷൻ, ഞാനിങ്ങനെ എന്റെ അപ്ലൈനോട് ചോദിച്ചു ദുബായിലേക്ക് ആരെങ്കിലും ഒക്കെ ക്വാളിഫൈ ചെയ്തെന്ന് ചോദിച്ചു. ആരും ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞു, നമ്മൾ ഓർഗനൈസേഷന്റെ ലീഡർ പറഞ്ഞു, നമ്മൾ ഓർഗനൈസേഷനകത്ത് ഒരു പക്ഷേ ഫസ്റ്റ് തന്നെ ദുബായ് അടിക്കുന്ന അൽത്താഫ് ആവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് നോക്കാന്നുള്ള രീതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്ത് ഇറങ്ങി പ്രവർത്തിച്ചു. ഷാർപ്പ് 1.5 മാസം കൊണ്ട് മൈ ഫ്രണ്ട്സ് ഞാൻ ദുബായ് ട്രിപ്പ് ഞാൻ ക്വാളിഫൈ ചെയ്തു. 1.5 മാസം കൊണ്ട് ഞാൻ ദുബായ് ട്രിപ്പ് ക്വാളിഫൈ ചെയ്തു. ക്വാളിഫൈ ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത്, ഒരു കോൺഫറൻസ് കോളിനകത്ത് വരുന്നത് മുബിൻ സാറും മനോജ് സാറും ആയിരുന്നു. മനോജ് സാർ മുബിൻ സാർ എന്നോട് ഒരു അഗ്രി ചെയ്തു, അൽത്താഫെ നീ ദുബായ് ക്വാളിഫൈ ചെയ്ത് വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞു. കേരളത്തിലെ 2ാമത്തെ ദുബായ് ക്വാളിഫയർ ആണ് അൽത്താഫ്. ദ സെയിം ടൈം നമ്മൾ ഓർഗനൈസേഷനകത്ത് ഫസ്റ്റ് ദുബായ് ക്വാളിഫയർ ആണ് അൽത്താഫ്. അതുകൊണ്ട് തന്നെ അൽത്താഫിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അൽത്താഫിന് ഞാൻ ഒരു ഓഫർ തരാം, നിന്റെ ടീമിനകത്തുനിന്ന് 4 ദുബായ് ക്വാളിഫയറെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ മുബിൻ സാർ ചേളാരി വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു തരുന്നായിരുന്നു എന്നോട്. ഞാൻ അതിൽ വളരെയധികം എക്സൈറ്റഡ് ആയി. ഞാൻ മുബിൻ സാറെ കാണുന്നത് തന്നെ, ഞാൻ STC ആകാൻ നേരത്താ ഞാൻ മുബിൻ സാറെ കാണുന്നത്. എന്നോട് പുള്ളി പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ അഗ്രി ചെയ്തു. എന്നോട് പറഞ്ഞു അൽത്താഫ് എന്നിട്ട് ഒരു ഡേറ്റ് പറഞ്ഞാൽ മതി, ഇത് 4 പേരെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചതിന്റെ ശേഷം അൽത്താഫ് പറഞ്ഞാൽ മതി, പറയുന്ന ഡേറ്റിനകത്ത് എനിക്കൊരു പ്രോഗ്രാം നിന്റെ നാട്ടിൽ തരുന്നതാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയി. പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് മീഡിയ ഫ്രണ്ട്സ് ഞാൻ എന്റെ ജോലികളൊക്കെ മാറ്റിവെച്ചു. ജോലികളും ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചു. ഫുൾ ടൈം ആയിട്ട് ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങി ഞാൻ പ്രവർത്തിച്ചു. അതിനകത്ത് മീഡിയ ഫ്രണ്ട്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്, ആ ഷാർപ്പ് 3 മാസത്തിന്റെ ഉള്ളിൽ എന്റെ ടീമിനകത്തുനിന്ന് 3 ദുബായ് ക്വാളിഫയർ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 3 ദുബായ് ക്വാളിഫയറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ദ സെയിം ടൈമിനകത്ത് ഞാനടക്കം 3 ദുബായ് ക്വാളിഫയർ ആയി. മുബിൻ സാർ അന്ന് നൈറ്റിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൽത്താഫ് ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് ഒരാളെ കുറഞ്ഞിട്ടുള്ളൂ, റിയലി ആം കൺഗ്രാറ്റുലേഷൻ. അതുകൊണ്ട് തന്നെ നീ ഒരു ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റിനകത്ത് ഞാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിന്റെ ഡേറ്റ് പറഞ്ഞോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നിൽക്കുന്ന സമയത്ത്, ഞാൻ ആ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ATC ആണ് മീഡിയ ഫ്രണ്ട്സ്. അവിടുന്ന് ഞാൻ മുബിൻ സാറിനോട് പറഞ്ഞു, ഞാൻ 3 മാസത്തിന്റെ ഉള്ളിൽ ഞാനൊരു ഡേറ്റ് തരും അൽത്താഫിന്, അപ്ലൈനോട് പറഞ്ഞോളാം തന്നെ. ഷാർപ്പ് 1.5 മാസം കഴിഞ്ഞപ്പോൾ മുബിൻ സാർ ഒരു പ്രോഗ്രാം തന്നു എനിക്ക്. ആ പ്രോഗ്രാമിനകത്തേക്ക് ഞാൻ തീരുമാനിച്ചു, STC ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ആ പ്രോഗ്രാമിനകത്ത് ഞാൻ കയറുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇറങ്ങി ഞാൻ പ്രവർത്തിച്ചു. ശരിക്കും പറയാം, STC ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, ZDC ഫിനിഷ് ചെയ്യാൻ എനിക്ക് പറ്റി. മുബിൻ സാർ ആ പ്രോഗ്രാം തന്നു. 400 ചില്ല ആളടങ്ങുന്ന ഒരു പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, അത് കോട്ടക്കൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഏറ്റവും സ്വർണമായിട്ടുള്ള അവസരമായിരുന്നു ആ സമയം. 5.5 മാസം കൊണ്ട് ഈ ബിസിനസ്സിനകത്ത് കൂടെ മൈ ഡിയർ ഫ്രണ്ട്സ് എനിക്ക് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആകാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ആ ലെവലിലേക്ക് എത്തിച്ച ഏക പ്രോഗ്രാം മൈ ഡിയർ ഫ്രണ്ട്സ് തായ്ലൻഡ്. അന്ന് ദുബായ് ട്രിപ്പ് ആണെങ്കിൽ ഇന്ന് നിങ്ങളെ മുന്നിൽ കിടക്കുന്നത് തായ്ലൻഡ് ട്രിപ്പാണ്. അതിനകത്ത് എന്നെ ഇൻസ്പയർ ചെയ്തതും മോട്ടിവേറ്റ് ചെയ്തതും ഏക സംഭവം എന്താ വെച്ചാല് അന്നത്തെ ദുബായ് ട്രിപ്പാണ്. ഇന്നൊരു പക്ഷേ ഈ ബിസിനസ്സിനകത്ത് ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തീരുമാനിക്കേണ്ട തീരുമാനം ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളെ മുന്നിൽ കിടക്കുന്നത് തായ്ലൻഡ് ട്രിപ്പാണ്. എനിക്കറിയില്ല മൈ ഡിയർ ഫ്രണ്ട്സ്, അന്ന് എന്റെ ടീമിനകത്ത് എങ്ങനെ ബിസിനസ് വന്നത് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരടങ്ങാത്ത വാശിയായിരുന്നു. രാവുണ്ടോ പകലുണ്ടോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എനി ടൈം എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ദുബായ് പോവുക, ദുബായിലേക്ക് ക്വാളിഫൈ ചെയ്യാം. 2ാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ കടബാധ്യതകൾ തീരണം, എന്റെ വീടിന്റെ ബാക്കിയുള്ള പണികൾ തീരണം. ഇതായിരുന്നു എന്റെ ബ്രെയിനകത്ത് ഉണ്ടായിരുന്ന ഏക സംഭവം. ഇവിടെ ഫ്രണ്ട്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ബിസിനസ്സിനകത്ത് എന്നെക്കാൾ 100% കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. എനിക്ക് ഇന്നും ഞാൻ പറയും, ഓപ്പൺലി ഞാൻ പറയും, എന്റെ പേരല്ലാതെ എന്റെ വൈഫിന്റെ പേര് പോലും എഴുതാൻ എനിക്ക് പ്രയാസമാണ്. വായിക്കാൻ ഞാൻ ചെറിയ രീതിയിനകത്തൊക്കെ മലയാളം വായിക്കും, ഇംഗ്ലീഷ് വായിക്കില്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം അത് ഇത്രയും ഒത്തിരി ട്രെയിനിങ്ങിനകത്ത് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ ഒരു രീതിയിനകത്ത് നിൽക്കുന്ന എനിക്ക് എന്റെ ലൈഫിനകത്ത് അത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ കൻ ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ലിങ്കിനകത്ത് നിൽക്കുന്ന ആളുകൾ ഇത്രയും 100ഓളം ആളുകളുണ്ട്. ഈ ആളുകൾ ഇന്നൊരു തീരുമാനം എടുത്തിട്ട്, നിങ്ങൾ തീരുമാനം എടുക്കാണ് തായ്ലൻഡ് ട്രിപ്പിനകത്ത് എന്ത് വില കൊടുത്താലും ശരി ഞാൻ തായ്ലൻഡ് ട്രിപ്പിനകത്ത് ഉണ്ടാവും എന്നൊരു തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾ ആ സക്സസിലേക്ക് എത്തിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. ദൈവം തന്നിരിക്കും. പക്ഷെ നിങ്ങൾ 100% നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ എന്ത് ചെയ്തിരിക്കണം. നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം തന്നിരിക്കും. യാതൊരു സംശയം കരുതണ്ട. അതിന് നമ്മൾ അരിമുറുക്കി ഇറങ്ങണം. നമ്മൾ ജീവിതത്തിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് 100% കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. ഞാൻ എന്തായാലും അത് അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസും ബിലീഫും നിങ്ങൾക്ക് തായ്ലൻഡിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ബാക്കി മൈ ഡിയർ ഫ്രണ്ട്സ് എവിടുന്ന് ടീം വരും, എവിടുന്ന് ബിസിനസ് വരും എന്നൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ ദൈവം കൊണ്ടുവന്ന് തരുന്നതാ. അത് ദൈവം കൊണ്ടുവന്ന് തന്നിരിക്കും. തരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഈ തായ്ലൻഡ് ട്രിപ്പ് എന്ത് വന്നാലും ശരി ഞാൻ നേടിയെടുത്ത് അടങ്ങും എന്നുള്ള അടങ്ങാത്തൊരു വാശി ഉണ്ടാവും ജീവിതത്തിനകത്ത്.
നേടിയെടുത്തിട്ടേ ഞാൻ ഈ ബിസിനസ് വീട്ടിനകത്തുനിന്ന് ഒരു റെസ്റ്റ് എടുക്കുള്ളൂ. അടുത്ത 3 മാസം എന്റെ ലൈഫിനകത്ത് തായ്ലൻഡ് ട്രിപ്പിന് പോയിട്ട് അവിടുന്ന് തായ്ലൻഡ് ട്രിപ്പിനകത്ത് നിങ്ങളെ അവിടെ പട്ടായ ബീച്ചിലൊക്കെ പോയിട്ടുള്ള ആ ഒരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അത് കാണാൻ പറ്റണം. ഞാൻ കണ്ടിരുന്ന ഏക സംഭവം എന്താ വെച്ചാൽ ബുർജ് ഖലീഫന്റെ മുകളിൽ കയറും. ഞാൻ എന്ത് കണ്ടി, ബുർജ് ഖലീഫന്റെ മുകളിൽ 140ാമത്തെ നിലയിൽ കയറിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഇവിടെ നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ട്, എന്നെ കളിയാക്കിയ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലേക്ക് ഞാൻ എന്റെ ഫോട്ടോ സെൻഡ് ചെയ്യുന്നുള്ളത്. ഞാൻ അത് എന്റെ ജീവിതത്തിനകത്ത് ഞാൻ എഴുതി വെച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തെന്നാലും അത് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചായിരുന്നു. ബട്ട് ഫ്രണ്ട്സ്, ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ബുർജ് ഖലീഫിന്റെ 140ാമത്തെ നിലന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാനത് നോക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാർ, കുറച്ച് ആൾക്കാർ അത് ലൈക്ക് ചെയ്തു. ഇന്നെ ഈ ബിസിനസ്സിനകത്ത് നെഗറ്റീവ് പറഞ്ഞ ഒരു കുട്ടി പോലും അത് ലൈക്ക് ചെയ്തിട്ടില്ല. അത് കണ്ടിട്ട് ഞാൻ അന്താളിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫ്രണ്ട്, ജീവിതത്തിനകത്ത് ചലഞ്ചുകൾ തീർക്കൽ സക്സസ് കൊണ്ടാണ്, വാക്ക് കൊണ്ടല്ല. മഡിയ ഫ്രണ്ട്സ്, വാക്കുകൊണ്ട് ഒരു വ്യക്തിക്കും ചലഞ്ച് തീർക്കാൻ കഴിയില്ല. സക്സസ് കൊണ്ട് വേണം മഡിയ ഫ്രണ്ട്സ് ചലഞ്ച് തീർക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ട്രിപ്പ് കമ്പനി അനൗൺസ് ചെയ്ത ട്രിപ്പ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ ആലോചിച്ചു, നിങ്ങൾ തല കുത്തി മറിഞ്ഞാൽ പോലും മഡിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. തായ്ലൻഡ് ട്രിപ്പ്, തായ്ലൻഡ് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റും, തായ്ലൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ 25,000 30,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തായ്ലൻഡ് നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ ഞാൻ ദുബായിനകത്തേക്ക് പോയ സമയത്ത് എനിക്ക് അറിയാൻ പറ്റും, ദുബായിനകത്ത് അവിടെ കിട്ടാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ടല്, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടല് ഹിൽട്ടൺ പാലസ് എന്നുള്ളത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ദുബായ് അൽഹത്തൂർ സിറ്റിനകത്ത് ഹിൽട്ടൺ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിനകത്തായിരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളെ താമസിച്ചിരുന്നത്. അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ആ നാട്ടിൽ പോലും എനിക്ക് അറിയാൻ പറ്റും 26 കൊല്ലം 16 കൊല്ലമായിട്ട് അവിടെ പ്രവാസിയായിട്ട് അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ ഇന്ന് വരെ ബുർജ് ഖലീഫിനകത്തും കയറിയിട്ടില്ല, ഹിൽട്ടൺ പാലസിൽ കയറി കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല അവര്. എന്റെ മുതലാളി ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൗസ് ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന മുതലാളി നിയാസ് എന്ന് പറയുന്ന വ്യക്തി. ഞാൻ അവിടെ എത്തിയിട്ട് ദുബായിൽ എത്തിയിട്ട് ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിയാസ്ക ഞാൻ എന്ത് ഉണ്ട്, ഞാൻ ഇവിടെ ദുബായിലുണ്ട്, അപ്പൊ എവിടെയുള്ള അൽത്താഫെ ദുബായിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി ഇവിടെ നിൽക്കാൻ എന്തിനാന്ന്. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞു, ഞാൻ നിൽക്കാനൊക്കെ കമ്പനി ഇവിടെ ഹോട്ടലിൽ നിന്നുണ്ട്, എന്നാൽ എവിടെ നിൽക്കണമെന്ന് പറയുന്നറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അൽഹത്തൂർ സിറ്റിയിൽ ഹിൽട്ടൺ പാലസിലാണ്. ഹിൽട്ടൺ പാലസിലോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ എന്താ എനിക്കെന്താ അവിടെ പരിപാടി. ഞാൻ പറഞ്ഞു, ഞാൻ 2-3 ദിവസം ഞാൻ ഇവിടെയാണ് സ്റ്റേയിങ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ വാക്കെന്താ അറിയോ, അവിടെ അൽത്താഫ് എന്റെ ഒരു ഭാഗ്യം ചെറുതൊന്നല്ല അറിഞ്ഞു, ഇന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഈ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഹിൽട്ടൺ പാലസിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ ഹിൽട്ടൺ പാലസിൽ എന്ത് ചെയ്തിട്ടില്ല, കയറി ഒരു കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പുള്ളി. കാരണം എന്താ, അവിടുത്തെ ഏറ്റവും ലക്ഷറി ഹോട്ടലാണത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും നല്ല ഫെസിലിറ്റി. അവിടെ നമുക്ക് യാത്രക്ക് ഉപയോഗിച്ചിരുന്നത് കമ്പനി മെഴ്സിഡീസ് ബെൻസിന്റെ ബസ്സായിരുന്നു, ലാൻഡ് ക്രൂയിസർ ആയിരുന്നു മീഡിയ ഫ്രണ്ട്സ് നമ്മളെ യാത്രക്ക് കമ്പനി തന്നിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വാഹന സൗകര്യങ്ങൾ ചെയ്തു തന്നു. അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലുകൾ തന്നു. പിന്നെ വേറൊരു കാര്യം, ഭക്ഷണം നിങ്ങളൊന്നും ഇന്ന് വരെ കാണാത്ത സൈസ് ഫുഡുകൾ കമ്പനി ഒരുക്കി തരും. കാരണം നിങ്ങൾ ഏത് ട്രിപ്പിനകത്ത് 25,000 30,000 കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തായ്ലൻഡ് ട്രിപ്പ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാലിലൊരു ഭാഗം പോലും നിങ്ങൾക്ക് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ടച്ച് ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് ഫുഡ് ചെയ്യാനും പറ്റില്ല. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ആ രീതിനകത്ത് ലക്ഷറി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും സംഭവം എന്താണ്, ഈ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ ഫ്രണ്ട്സ് അവിടുത്തെ രാജകീയമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, ഒരു 3 മാസം എന്ത് ചെയ്താൽ മതി, അരിമുറുക്കി ഇറങ്ങണം. അതിനെന്ത് വേണം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തൽക്കാലം നമുക്കുള്ള ഒരു പരിപാടികളുണ്ട്. എന്ത്, മുടിയാഴ്ചയില് തക്കാരം, കല്യാണം, കുടിയിരിക്കല്, ആ ജാതി കുറെ പരിപാടികളുണ്ട് മലപ്പുറം ജില്ല പ്രത്യേകിച്ച്. ആ ജാതി എല്ലാ മുടിയാഴ്ചകളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജീവിതത്തിനകത്ത് സക്സസ് കണ്ട് തായ്ലൻഡ് പോയിട്ട് പട്ടായ ബീച്ചിൽ പോയിട്ട് ഞാൻ കബഡി കളിക്കുന്നുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തു നോക്കി. ദൈവം മീഡിയ ഫ്രണ്ട്സ് കൊണ്ടുവന്നൊരു അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ ടീം അടക്കി നിങ്ങൾ പോയിട്ട് എന്തെയും തായ്ലൻഡ് പട്ടായ ബീച്ചിൽ നിങ്ങൾ കബഡി കളിക്കും. അത് കാണാൻ കഴിയണം നിങ്ങൾക്ക്. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ പണിയെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ലൈഫിനകത്തിരുന്ന തീരുമാനം ഓരോന്നും അങ്ങനെയാണ്. ഇന്ന് ഞാൻ ഈ ബിസിനസ്സിനകത്ത് നിങ്ങളെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മീഡിയ ഫ്രണ്ട്സ് എന്റെ ലൈഫിനകത്ത് ഈ കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിനകത്ത് എന്റെ നാട്ടിലും എന്റെ ഫാമിലി നിങ്ങൾ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇന്ന് എന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. ഒരു 6 വർഷം മുന്നുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ അല്ല അന്നിന്റെ ലൈഫ് സ്റ്റൈല്. ഞാൻ ഈ ഒരു സമയത്തിനകത്ത് 6.5 വർഷം കൊണ്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ 2 കാർ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു സ്ഥലം അങ്ങേപ്പുറത്ത് പ്രോപ്പർട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഐഡി RTC ആണ്, ഒരു ഐഡി NTC ആണ്, ഒരു ഐഡി ZTC ആണ്. 3 ഐഡിയിലേക്ക് കൂടെ വരുമാനം വാങ്ങുന്നുണ്ട്. ഒരു മാസത്തിൽ മീഡിയ ഫ്രണ്ട്സ് ഒരു മാസങ്ങൾ നോക്കുന്ന സമയത്ത് 15 വരുമാനം 15-16 വരുമാനം വരും മീഡിയ ഫ്രണ്ട്സ് ഒരു മാസം.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്ഥാപനത്തിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര വരുമാനം കിട്ടും? ഒരു വരുമാനം കിട്ടും അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ്, ഒരു മാസം 15 വരുമാനം വരും എനിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ബിസിനസിന്റെ ബ്യൂട്ടി ആലോചിച്ച് നോക്കുക. ഏതൊരു വ്യക്തിക്കും ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് വേണം? ഈ കിട്ടിയിട്ടുള്ള സുവർണ അവസരങ്ങൾ പാഴാക്കി കളയരുത്. എന്റെ ലൈഫിനകത്ത് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത് MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി കൊണ്ടാണ്. അതേ സംഭവത്തിനകത്ത് തന്നെ നമ്മളെല്ലാവരും ബിസിനസ്സിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു 2 മുതൽ 5 വർഷം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ വിജയ് സാർ അടങ്ങുന്ന ഈ ഓർഗനൈസേഷനകത്ത്, ഈ ടീമിനകത്ത് നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്നതില് ഏറ്റവും ബെസ്റ്റ് ടീമാണ്. നമ്മളൊക്കെ കണ്ണുകൊണ്ട് നോക്കിക്കുന്ന ടീമാണ് നിങ്ങൾ അപ്ലൈൻ അടങ്ങുന്ന ബെല്ലി സാർ അടങ്ങുന്ന ടീം. അതിനകത്ത് വിജയ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ഫ്രണ്ട്സ് എന്നൊന്നും പറയാൻ പറ്റൂല. അത്രയും ഒരു ആത്മബന്ധമുള്ള ആളുകളാണ് നമ്മള്. ആ ഒരു ടീമിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റിയതാണ് നിങ്ങളെ ഏറ്റവും വലിയ സക്സസ്. ദൈവം നിങ്ങൾക്ക്, നമുക്കൊക്കെ അറിയാൻ പറ്റും നിങ്ങളെ ഏത് സ്ഥലത്ത്, ഏത് സമയത്ത്, ഏത് പൊസിഷനിൽ കൊണ്ടേ ഇരുത്തണം എന്നുള്ളത് ദൈവത്തിന് അറിയാം. ആ പൊസിഷനിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ദൈവം കൊണ്ടേ ഇരുത്തിയിട്ടുള്ളത്. ഈ ഒരു കിട്ടിയ ഈ പൊസിഷൻ വെച്ച് ചെയ്തിട്ട് ശരിക്കിറങ്ങി പണിയെടുത്തോളുക. ലക്ഷ്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി മൈ ഡിയർ ഫ്രണ്ട്സ് ദൈവങ്ങൾ എത്തിക്കും. യാതൊരു സംശയം കരുതണ്ട. നമ്മളെ കമ്മിറ്റ്മെന്റിനും നമ്മളെ കൺസിസ്റ്റൻസിക്കും ദൈവം റിസൾട്ട് തരാതെ കൂല. നിങ്ങൾ ഫ്രണ്ട് കാണേണ്ട ഏക സംഭവം എന്താണ്? തായ്ലൻഡ് ട്രിപ്പ്. തായ്ലൻഡ് ട്രിപ്പ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നേടിയെടുത്തിട്ട് അടങ്ങാൻ പാടുള്ളൂ. ഒരു സെക്കൻഡ് പോലും പായാക്കി കളയാൻ പാടില്ല. സമയമില്ല. നമുക്ക് ഒരുപാട് പണികൾ തീർക്കാനുണ്ട്. 90 ദിവസം ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 90-90 ജില്ലാ ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത്. ഈ 90 ജില്ലാ ദിവസം കൊണ്ട് നമുക്ക് ഒത്തിരി പണികൾ തീർക്കാനുണ്ട്. ആ രീതിയിനകത്ത് ഇറങ്ങിയിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ത് ചെയ്യാം? നിങ്ങൾ പ്രവർത്തിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്തുക. എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങളെ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ലീഡേഴ്സുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത്, നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് മെന്ററുമായിട്ട് ഇരുന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ശരിക്കും മൂവ് ചെയ്യുക, നേടിയെടുക്കുക. 2024 നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുണ്ടോ ഇതിന്റെ 10 ഇരട്ടി 2025 ഈ ബിസിനസ്സിനകത്ത് കൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്താൽ മതി? തായ്ലൻഡ് ട്രിപ്പ് ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ അന്ന് ദുബായ് ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ട് ദുബായിലേക്ക് ഞാൻ പോകുന്ന സമയത്തും മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ 2,10,000 നേടിയിട്ടും ഞാൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററും ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടും RTCയിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ ദുബായ് ട്രിപ്പിനകത്ത് പോയത്. ഒരേ സാധനത്തിനകത്ത് ആ ഫോക്കസ് ചെയ്തത് ദുബായ് ട്രിപ്പ്. പക്ഷെ എനിക്ക് കിട്ടിയതോ ദുബായ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്. ഞാനൊരു കാർ എടുത്തിട്ടുണ്ട്, 2,10,000 കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഏക കാരണം ദുബായ് ട്രിപ്പാ. ഈ ബിസിനസ്സിനകത്ത് ഇന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്താല് കമ്പനി തായ്ലൻഡ് ട്രിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ 100% മൈ ഡിയർ ഫ്രണ്ട്സ് ബിസിനസ്സിനകത്ത് നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾ സാമ്പത്തിക ക്രൈസിന്റെ പിന്നാലെ നിങ്ങൾ ഓടേണ്ട സിറ്റുവേഷൻ വരൂല. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഓൺലി വൺ തിങ് തായ്ലൻഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിനകത്ത് നമുക്ക് ഒരുമിച്ചിട്ട് നമ്മളുണ്ടാവും, കുറച്ച് ടീം നമ്മളുണ്ടാവും തായ്ലൻഡില്. നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങളൊരു ടീമാക്കി നിങ്ങൾ അങ്ങോട്ട് മാറ്റിയേക്കാം. വിജയ് സാർ ഒരു ടീമാക്കി മാറ്റിയേക്കാം. അൽത്താഫിന്റെ വേറൊരു ടീം മാറ്റി വെച്ചിട്ട് നമുക്ക് അവിടുത്തെ തായ്ലൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ പട്ടായ ബീച്ചിൽ നമുക്ക് കബഡി കളിക്കാം. നമ്മൾ റെഡിയാണ്, നമ്മൾ അതിന് തയ്യാറായിട്ട്. ഞങ്ങളും ഉണ്ടാവുന്നില്ല, എനിക്ക് 100% നമുക്കറിയാം. നമുക്ക് കളിക്കാന്ന്. ഇതൊക്കെ അവിടെ പോയിട്ട് കളിക്കണം. അല്ലാതെ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് കബഡി കളിച്ചാൽ പോരാ. ഒരു പക്ഷേ തായ്ലൻഡിലെ ആൾക്കാർ ഫസ്റ്റ് ആയിട്ടായിരിക്കും ഈ കബഡി കളി കാണുന്നത്. നമുക്ക് കളിക്കാന്ന്. എന്താ പ്രശ്നം? അതിന് നിങ്ങൾ തയ്യാറായി നമുക്കൊരു പുറപ്പെടാം. നമ്മളെന്ത് ആരെയും മുറുക്കി ഇറങ്ങാം. 2025 നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തീർച്ചയായിട്ടും ബിസിനസ് മുഖേന നമുക്ക് കഴിയണം. ഇന്നെ ശ്രമിച്ച് ഈ വാക്കുകൾ കേൾക്കണം. നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിനകത്തും ഈ ബിസിനസ് കൊണ്ട് വളരെ വലിയ രീതിയിനകത്തേക്കുള്ള മാറ്റം ഉണ്ടാകണം. ദ സെയിം ടൈം ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ടതും, ദ സെയിം ടൈം ഇത് വിജയ് സാർ ബിസിനസിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറഞ്ഞതും, അതിനിങ്ങനെ ഒരു അവസരം എനിക്ക് ദൈവം തന്നേലും 100% മൈ ഡിയർ ഫ്രണ്ട്സ് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ ബിസിനസ്സിനകത്ത് നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ടീമിനകത്തുനിന്നും നിങ്ങളെ ലീഡേഴ്സിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു